അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മൗലാനാ മുഹമ്മദ്. പരിശുദ്ധ റമളാൻ മാസത്തിൻ്റെ 17ാമത്തെ രാത്രിയിലേക്ക് എത്താൻ വേണ്ടി പോവുകയാണ്. ആ ദിവസത്തിലാണ് ഇപ്പോൾ ഉള്ളത്. അതിൻ്റെ അടുക്ക് ഒരാൾ എന്നോട് നിസ്കാരം പറഞ്ഞത് കൊണ്ട് ആ വിഷയം ഇപ്പോൾ ഇവിടെ ഉണർത്തുകയാണ്. അതെല്ലാവരും പഠിക്കൽ നല്ലതാണ്, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, ഒരു ഉണർത്തൽ മാത്രമാണ്. നമ്മൾ തറാവി നിസ്കരിക്കുന്നുണ്ട്. തറാവി എന്നുള്ളത് സുന്നത്തുൽ നിസ്കാരമാണ്. അപ്പോൾ അതിന് ഇശാന് ശേഷമുള്ള റവാത്തിബ് ഉണ്ട്, സുന്നസ്കാരമുണ്ട്, റവാത്തിബ് നിസ്കാരമുണ്ട്. അപ്പോൾ ചില ആളുകൾ നമ്മൾ ഇശാ നിസ്കാരം കഴിഞ്ഞ ഉടനെ പുറത്തേക്കൊക്കെ പോകുന്ന ആൾമാർ ഉണ്ട്. അവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി ചില വീഡിയോയിൽ വിളിക്കുന്നത് വീഡിയോ വിളിക്കും, ചായ കുടിക്കുന്നത് ചായ കുടിക്കും, അത് സുന്നസ്കരിക്കില്ല. ഇശാന് ശേഷമുള്ള മഹത്തായ സുന്നസ്കാരമുണ്ട്, അത് ഒഴിവാക്കിയിട്ടാണ് ഇവർ പുറത്തു പോയിട്ട് ഇങ്ങനെ കുറച്ച് റെസ്റ്റ് എടുക്കാമെന്നവർക്ക് പോകുന്നത്. അത് ഇവിടെ നല്ല എല്ലായിടത്തും ഇങ്ങനെ കാണുന്നുണ്ട്. അതിനുള്ള ആളുകൾ ശ്രദ്ധിക്കാൻ വേണ്ടി പറയുകയാണ്. അപ്പം അങ്ങനെ ഇശാന് ശേഷമുള്ള റവാത്തിനേക്കാൾ ഏറ്റവും സുന്നത്തുള്ള നിസ്കാരമാണോ തറാവി? അല്ല, തറാവി സുന്നസ്കാരമാണ്. ഓരോന്നും ഓരോ മർത്തബിലാണ് വരുന്നത്. റവാത്തിനേക്കാൾ ശ്രേഷ്ഠ തറാവിക്ക് ഇല്ല. അത് മഹാനായ ഇബ്നുൽ അജ്ലല്ലാഹു അൻഹു തുഹഫയിൽ 2-ാം വാള്യത്തിൽ അത് വിശദമായി പറയുന്നുണ്ട്. അത് ഏതാണ് അഫ്ളൽ എന്ന് ഓരോ ഘട്ടമായി മഹാനവറുകൾ പറഞ്ഞു തരുന്നുണ്ട്. ആകയാൽ ഇശാന് ശേഷമുള്ള സുന്നസ്കാരത്തിനേക്കാൾ ഏറ്റവും മഹത്വമുള്ളത് തറാവി അല്ല. അത് നാം മനസ്സിലാക്കൽ നല്ലതാണ്. അത് ഒരാൾ ചോദിച്ചുകൊണ്ട് ആ വിഷയം പറഞ്ഞു എന്നേ ഉള്ളൂ. അതിൻ്റെ ക്രമം എന്താണ്? മഹാനായ ഇബ്നു റളിയല്ലാഹു അൻഹു പറയുന്നു, അന്നൽ അഫ്ളലു, ഏറ്റവും അഫ്ളലായതിന് ക്രമപ്രകാരമായി വരുന്നത് അതേതാണ്? തറാവി നിസ്കാരമാണോ ആദ്യം, അല്ല മറ്റുള്ള സുന്നസ്കാരമാണോ, അല്ല റവാത്ത് നിസ്കാരമാണോ, അല്ല മുത്തലക്കായ നിസ്കാരമാണോ, അല്ലെങ്കിൽ പെരുന്നാൾ നിസ്കാരമാണോ? അതൊന്ന് വിശദീകരിക്കണമല്ലോ. മഹാനവർ ഓരോന്ന് ഘട്ടമായി അതിൽ ഏറ്റവും മുന്നിൽ ഇന്നതാണ് സുന്നസ്കാരം, പിന്നീട് ഇന്ന നിസ്കാരമാണ്, പിന്നീട് ഇന്നതാണ് എന്ന് അഫ്ളൽ അവിടെ പറയുന്നുണ്ട്. മഹാനവർ തുഹഫയിൽ പറയുന്നുണ്ട്. അപ്പം അന്നൽ അഫ്ളൽ, ഒന്നാമത്തെ ഏറ്റവും അഫ്ളലായ സുന്നസ്കാരം ഏതാണ്? ഒന്നാമത്തെ ഏറ്റവും ശ്രേഷ്ഠമായ നിസ്കാരം അത് വലിയ പെരുന്നാളാണ്. അന്നൽ അഫ്ളലു ഇദുൽ നഹർ, അപ്പം എന്താണ്? വലിയ പെരുന്നാൾ നിസ്കാരമാണ് ഏറ്റവും അഫ്ളലായത് എന്ന് മഹാനവർ പറയുന്നു, തുഹഫയിൽ പറയാണ്. അപ്പോൾ ഒന്നാമത്തെ ഏറ്റവും അഫ്ളൽ ഏതാണ്? അത് വലിയ പെരുന്നാൾ നിസ്കാരമാണ്, സുന്നസ്കാരത്തിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് പറയുന്നത്. പിന്നെ പറയുന്നത് എന്താണ്? രണ്ടാമത്തത് പിന്നെ മറ്റുള്ള ചെറിയ പെരുന്നാൾ നിസ്കാരമാണ്. വലിയ പെരുന്നാളാണ് ഏറ്റവും അഫ്ളൽ. അത് കഴിഞ്ഞാൽ പിന്നെ എന്താണ്? ചെറിയ പെരുന്നാൾ നിസ്കാരമാണ്. പിന്നെ പറയുന്നു മൂന്നാമത്തത് സൂര്യഗ്രഹണ നിസ്കാരമാണ്. സൂര്യഗ്രഹണം വരുമ്പോൾ ഉണ്ടാകുന്ന നിസ്കാരം അത് ഏറ്റവും അഫ്ളലായ നിസ്കാരമാണ്. പിന്നെ 4 ചന്ദ്രഗ്രഹണ നിസ്കാരം, അതൊക്കെ ആ സമയത്ത് അറിയുന്ന കാര്യമാണല്ലോ, ചന്ദ്രഗ്രഹണ നിസ്കാരമാണ്. പിന്നെ 5ാമത്തത് മഴ തേടുന്ന നിസ്കാരമാണ്. മൂപ്പർ ഓരോന്ന് വിശേഷിച്ച് തരികയാണ്, മൂപ്പർ ഓരോന്നും പറയാണ്. ഓരോന്ന് അഫ്ളലായ കാര്യം ഇങ്ങനെയാണ്. എന്നിട്ട് തറാവി എവിടെയാണ് നമുക്ക് നോക്കണം. പിന്നെ പറയുന്നത് മഴ തേടുന്ന നിസ്കാരമാണ്. പിന്നെ പറയുന്നത് എന്താണ്? പിന്നെ 6ാമത്തെ വിഷയമാണ് വിത്ർ നിസ്കാരം, സലാത്തുൽ വിത്ർ നിസ്കാരമാണ് എന്ന് മൂപ്പർ പറയുന്നുണ്ട്. പിന്നെ 7ാമത്തെയാണ് റവാത്തിവ്, സുബിയുടെ റവാത്തിവ്, സുബിസ്കാരത്തിന് മുമ്പുള്ള റവാത്തിവ് നിസ്കാരമുണ്ട്, സുനിസ്കാരം, അതാണ് ഏറ്റവും അഫ്ളൽ മൂപ്പർ പറയുന്നത്. പിന്നെ പറയുന്നത് മറ്റുള്ള റവാത്തിവ് എന്ന് പറയുന്നത് ളുഹറിന് ശേഷമുള്ളത്, മുമ്പുള്ളത്, അസറിൻ്റെ മുമ്പുള്ളത്, അതുപോലെ ഇശാന്റെയും അങ്ങോട്ടും ഇങ്ങോട്ടും സുബീരല്ലോ ആ പറയപ്പെട്ട മറ്റുള്ള നിസ്കാരത്തുള്ള റവാത്ത് നിസ്കാരമാണ് എന്ന് മഹാനവർ പറയുന്നു. 8ാമത്തത് 9ാമത്തതാണ് തറാവി നിസ്കാരം. അപ്പം നോക്ക്, 9ാമത്തെ ഏറ്റവും അഫ്ളലായി വരുന്നതിൽ 9ാമത്തതാണ് തറാവി നിസ്കാരം, സുന്നത്ത്. മനസ്സിലായില്ലേ? ഏറ്റവും അഫ്ളലായ ക്രമം പറഞ്ഞു. 1ാമത്തെ ഇന്നതാണ്, 2ാമത്തെ ഇന്നതാണ്, 3ാമത്തെ ഇന്നതാണ്, 4 ഇന്നതാണ്, അങ്ങനെ പോയിട്ട് 8ാമത്തെ പറഞ്ഞൊരു റവാത്തിബ് നിസ്കാരമാണ്. റവാത്തിബ് ളുഹറിന് ശേഷം, ളുഹറിന് മുമ്പുള്ള അങ്ങനെ നിസ്കാര റവാത്തിബ്, അതാണ് പറഞ്ഞു. പിന്നെ പറയുന്നത് 9ാമത്തെ സലാത്തു തറാവീഹ്, തറാവി നിസ്കാരം. പിന്നെ അങ്ങനെയാണ് പറഞ്ഞത്. പിന്നെയാണ് അപ്പോൾ നമ്മൾ ഇശാന് ശേഷമുള്ള സുന്നസ്കാരമുണ്ട്, ആ റവാത്തിൽപ്പെട്ടത് അത് നമ്മൾ നിസ്കരിക്കണം, അത് നമ്മൾ ഒഴിവാക്കാൻ പാടില്ല, അതാ പറഞ്ഞിരുന്നത്. അപ്പോൾ അതൊക്കെ ഇച്ചിട്ടാണ് തറാവി നിസ്കാരമുള്ളത്. ചില ആളുകൾ നല്ല ആവേശം കൊണ്ട്, അങ്ങനെയാണല്ലോ, ഒരു ആവേശം ഉണ്ടായില്ലേ, ഇതൊക്കെ സുന്നത്തൊക്കെ ഒഴിവാക്കും, ഇശാന് ശേഷമുള്ളൊക്കെ ഒഴിവാക്കും, പിന്നെ ആവേശം എന്നുള്ളത് തറാവിക്ക് മാത്രം കാണിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെ ആയി പോകരുത്. തറാവി നിസ്കരിക്കണം. നമ്മൾ ഏതായാലും ഒരുങ്ങിക്കെട്ടി ഇറാൻ കെട്ടി വന്നതല്ലേ, എല്ലാം നിസ്കരിക്കാൻ വേണ്ടിയും ഖുർആൻ ഓതാനും ദിക്ർ ചൊല്ലാനും നോമ്പല്ലേ, എല്ലാത്തിനും വന്നല്ലേ, പിന്നെ എന്തിനാണ് ഇശാന് ശേഷമുള്ള സുന്നത്ത് ഒഴിവാക്കുന്നത്? അതുകൊണ്ട് അത് ഏറ്റവും സുന്നത്തുള്ള അഫ്ളലുള്ള കാര്യമാണ്.
മഹാനവൾ പറയാണ്, തുഹഫയിൽ പറഞ്ഞതാണ്. പിന്നെ പറയുന്നത് 10ാമത്തെ ദുഹാ നിസ്കാരമുണ്ട്, അതാണ് ഏറ്റവും അഫ്ളലായി വരുന്നത്. പിന്നെ തവാഫിൻ്റെ 2 റക്അത്ത് നിസ്കാരം, പിന്നെ മറ്റുള്ള ഓരോ പ്രവർത്തനം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന നിസ്കാരമുണ്ട്. പിന്നെ തഹീദ് നിസ്കാരം, പിന്നെ ഇഹ്റാമിന് വേണ്ടി ഇഹ്റാമിൻ്റെ 2 റക്അത്ത് നിസ്കാരം, പിന്നെ എന്താണ് ഒതുകൊടുത്തതിന് ശേഷം നിസ്കാരം, അങ്ങനെ ഓരോന്നും പറഞ്ഞവരാണ്. പിന്നെയാണ് 16 മുത്തലക്ക നിരവാധിക നിസ്കാരം എന്ന് മഹാനവർ തുഹഫയിൽ 2ാം വാള്യം 242 പേജിൽ വളരെ വ്യക്തമായി മഹാനവർ പറയുന്നു. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ റവാത്തി നിസ്കാരമാണോ തറാവി നിസ്കാരമാണോ ഏറ്റവും പുണ്യം എന്ന് ചോദിച്ചാൽ എന്ത് പറയണം? അവിടെ റവാത്തി നിസ്കാരമാണ് ഏറ്റവും പുണ്യമുള്ളത് എന്നാണ് മഹാനായ ഇബ്നുൽ അജൽ റളിയല്ലാഹു അൻഹു തന്റെ തുഹഫയിൽ വളരെ വ്യക്തമായി പറഞ്ഞത്. അത് നമ്മുടെ കർമ്മശാസ്ത്ര പണ്ഡിത ഏറ്റവും വലിയ മഹാനായ ഇബ്നുൽ അജൽ റളിയല്ലാഹു അൻഹു പറഞ്ഞതാണ്. അതുകൊണ്ട് എൻ്റെ നമുക്കൊന്നും പറയാനില്ലല്ലോ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഐശാന് ശേഷമുള്ള സുന്നത്ത് നിങ്ങൾ ആരും വിട്ടുപോകരുത്. അത് ഏറ്റവും അഫ്ളലായ നിസ്കാരമാണ്. അപ്പം റവാത്ത് നിസ്കാരം കഴിഞ്ഞിട്ടാണ് വിത്രി തറാവി നിസ്കാരത്തിനേക്കുള്ള ശ്രേഷ്ഠത വരുന്നുള്ളൂ എന്ന് എല്ലാവരും മനസ്സിലാക്കൽ നല്ലതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ലത് പറയാനും നല്ലത് കേൾക്കാനും പഠിക്കാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അതുപോലെ തന്നെ ഇന്ന് 16 ആവാണ്. ഇൻഷാ അല്ലാഹ് നിങ്ങൾ എല്ലാവരും ബദരീങ്ങൾ ആണ്ടിനെ സംബന്ധിച്ചുള്ള മഹത്വങ്ങൾ അറിയും, പഠിക്കുകയും വേണം. അല്ലാഹു അവരുടെ ബർക്കത്ത് കൊണ്ട് നമുക്ക് നമ്മൾക്ക് ഈമാൻ സലാമത്തിലാക്കി തരുമാറാവട്ടെ. നമ്മുടെ ദോഷങ്ങൾക്ക് അല്ലാഹു പുറത്തു തരുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.